ഹായ് ഫ്രണ്ട്സ്, ഗോൾഡൻ പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ തൊഴിൽ വീതിയിൽ വന്നിട്ടുള്ള LGS മെയിൻ പരീക്ഷാ പരിശീലനമാണ്. LGSന് ശ്രമിക്കുന്ന എല്ലാവർക്കും ഈ ക്ലാസ് വളരെ പ്രയോജനപ്പെടും. ക്ലാസ് പൂർണ്ണമായും കണ്ടുകൊണ്ട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇന്ത്യയുടെ വജ്രം എന്ന് ഗോപാലകൃഷ്ണ ഗോഖലെയെ വിശേഷിപ്പിച്ചതാര്? ബാലഗംഗാധര തിലക്. ഇന്ത്യയുടെ വജ്രം എന്ന് ഗോപാലകൃഷ്ണ ഗോഖലെയെ വിശേഷിപ്പിച്ചതാര്? ബാലഗംഗാധര തിലക്. സത്യശോധക് സമാജ് സ്ഥാപിച്ച വർഷം 1873. സത്യശോധക് സമാജ് സ്ഥാപിച്ച വർഷം 1873. ദേശബന്ധു എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി CR ദാസ്. ദേശബന്ധു എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി CR ദാസ്. ദണ്ഡി മാർച്ചിനെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചതാര്? ഇർവിൻ പ്രഭു. ദണ്ഡി മാർച്ചിനെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചതാര്? ഇർവിൻ പ്രഭു. കേരളത്തിൽ നിന്നുള്ള ആദ്യ വ്യക്തി സത്യാഗ്രഹി ആര്? കേളപ്പൻ. കേരളത്തിൽ നിന്നുള്ള ആദ്യ വ്യക്തി സത്യാഗ്രഹി ആര്? കേളപ്പൻ. ജനകീയ പദ്ധതി എന്ന് അറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏത്? 9ാം പഞ്ചവത്സര പദ്ധതി. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏത്? 9ാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യയുടെ 15ാമത്തെ സംസ്ഥാനം ഏത്? ഗുജറാത്ത്. ഇന്ത്യയുടെ 15ാമത്തെ സംസ്ഥാനം ഏത്? ഗുജറാത്ത്. വിവരാവകാശ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നതെന്ന്? 2005 ഒക്ടോബർ 12. വിവരാവകാശ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നതെന്ന്? 2005 ഒക്ടോബർ 12. ഇന്ത്യയിൽ ആരോഗ്യ അദാലത്ത് സംഘടിപ്പിച്ച ആദ്യ സംസ്ഥാനം? കർണാടക. ഇന്ത്യയിൽ ആരോഗ്യ അദാലത്ത് സംഘടിപ്പിച്ച ആദ്യ സംസ്ഥാനം? കർണാടക. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന്? 1953. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്നതെന്ന്? 1953. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ മുദ്രയായി തെരഞ്ഞെടുത്തത്? ആന. ഭരണഘടനാ നിർമ്മാണ സഭയുടെ മുദ്രയായി തെരഞ്ഞെടുത്തത്? ആന. ഇന്ത്യ കൺകറന്റ് ലിസ്റ്റ് എന്ന ആശയം കടമെടുത്തത് എവിടെ നിന്നാണ്? ഓസ്ട്രേലിയ. ഇന്ത്യ കൺകറന്റ് ലിസ്റ്റ് എന്ന ആശയം കടമെടുത്തത് എവിടെ നിന്നാണ്? ഓസ്ട്രേലിയ. മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏത്? ആർട്ടിക്കിൾ 51A. മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏത്? ആർട്ടിക്കിൾ 51A. സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്ത വർഷം? 1978. സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്നു നീക്കം ചെയ്ത വർഷം? 1978. ഭരണഘടന രൂപീകരിക്കുന്നതിനുള്ള കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? രാജേന്ദ്ര പ്രസാദ്. ഭരണഘടന രൂപീകരിക്കുന്നതിനുള്ള കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? രാജേന്ദ്ര പ്രസാദ്. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി? മഹാനദി.
ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി? മഹാനദി. ഇന്ത്യയിൽ ഏറ്റവും കുറവ് വനമുള്ള സംസ്ഥാനം ഏത്? ഹരിയാന. ഇന്ത്യയിൽ ഏറ്റവും കുറവ് വനമുള്ള സംസ്ഥാനം ഏത്? ഹരിയാന. കോട്ടണോപോളിസ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്? മുംബൈ. കോട്ടണോപോളിസ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്? മുംബൈ. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമായി ആനയെ അംഗീകരിച്ച വർഷം? 2010. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമായി ആനയെ അംഗീകരിച്ച വർഷം? 2010. ഇന്ത്യയിൽ ഗോതമ്പ് ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏത്? ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ഗോതമ്പ് ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏത്? ഉത്തർപ്രദേശ്. കേരളത്തിലെ പഴക്കൂട എന്നറിയപ്പെടുന്ന ജില്ല ഏത്? ഇടുക്കി. കേരളത്തിലെ പഴക്കൂട എന്നറിയപ്പെടുന്ന ജില്ല ഏത്? ഇടുക്കി. നെയ്യാറിൻ്റെ നീളം എത്രയാണ്? 56 കിലോമീറ്റർ. നെയ്യാറിൻ്റെ നീളം എത്രയാണ്? 56 കിലോമീറ്റർ. ഏത് ജില്ലയിലാണ് മാനാഞ്ചിറ തടാകം? കോഴിക്കോട്. ഏത് ജില്ലയിലാണ് മാനാഞ്ചിറ തടാകം? കോഴിക്കോട്. സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്ത വ്യക്തി ആര്? രാജീവ് ഗാന്ധി. സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്ത വ്യക്തി ആര്? രാജീവ് ഗാന്ധി. വയനാട് വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷമേത്? 1973. വയനാട് വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷമേത്? 1973. കൈരളി എന്നത് എന്തിൻ്റെ ഇനമാണ്? നെല്ല്. കൈരളി എന്നത് എന്തിൻ്റെ ഇനമാണ്? നെല്ല്. കേരളത്തിലെ തീരദേശ മേഖലയുടെ വികസനം ലക്ഷ്യമാക്കി വനിതാ മത്സ്യത്തൊഴിലാളികൾക്കായി സർക്കാർ നടപ്പിലാക്കുന്ന സ്വയം തൊഴിൽ പദ്ധതി? തീരമൈത്രി. കേരളത്തിലെ തീരദേശ മേഖലയുടെ വികസനം ലക്ഷ്യമാക്കി വനിതാ മത്സ്യത്തൊഴിലാളികൾക്കായി സർക്കാർ നടപ്പിലാക്കുന്ന സ്വയം തൊഴിൽ പദ്ധതി? തീരമൈത്രി. ചെസ് ബോർഡിലെ കറുത്ത കളങ്ങൾ എത്ര? 32. ചെസ് ബോർഡിലെ കറുത്ത കളങ്ങൾ എത്ര? 32. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ നിലവിൽ വന്നത് എന്ന്? 1940. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ നിലവിൽ വന്നത് എന്ന്? 1940. ഈഴവ സമാജം സ്ഥാപിച്ചതാര്? ടി.കെ. മാധവൻ. ഈഴവ സമാജം സ്ഥാപിച്ചതാര്? ടി.കെ. മാധവൻ. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആര്? മന്നത്ത് പത്മനാഭൻ. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആര്? മന്നത്ത് പത്മനാഭൻ. ഗാന്ധിജിയുടെ കേരളത്തിലെ പ്രതിപുരുഷൻ എന്നറിയപ്പെടുന്നത്? കെ. കേളപ്പൻ. ഗാന്ധിജിയുടെ കേരളത്തിലെ പ്രതിപുരുഷൻ എന്നറിയപ്പെടുന്നത്? കെ. കേളപ്പൻ. ഈഴവ മെമ്മോറിയൽ ഏത് തിരുവിതാംകൂർ മഹാരാജാവിനാണ് സമർപ്പിച്ചത്? ശ്രീമൂലം തിരുനാൾ.
ഈഴവ മെമ്മോറിയൽ ഏത് തിരുവിതാംകൂർ മഹാരാജാവിനാണ് സമർപ്പിച്ചത്? ശ്രീമൂലം തിരുനാൾ. സ്വാതന്ത്ര്യാനന്തരം കേരളത്തിൽ നടന്ന ആദ്യ പ്രക്ഷോഭം ഏത്? പാലിയം സത്യാഗ്രഹം. സ്വാതന്ത്ര്യാനന്തരം കേരളത്തിൽ നടന്ന ആദ്യ പ്രക്ഷോഭം ഏത്? പാലിയം സത്യാഗ്രഹം. സ്കൂൾ ഓഫ് ഡ്രാമ സ്ഥാപിതമായ വർഷമേത്? 1977. സ്കൂൾ ഓഫ് ഡ്രാമ സ്ഥാപിതമായ വർഷമേത്? 1977. ഇന്ത്യയിൽ ആദ്യമായി കായിക ദിനം ആചരിച്ച വർഷമേത്? 2012. ഇന്ത്യയിൽ ആദ്യമായി കായിക ദിനം ആചരിച്ച വർഷമേത്? 2012. വെള്ളായിയപ്പൻ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? കടൽ തീരത്ത്. വെള്ളായിയപ്പൻ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? കടൽ തീരത്ത്. 50ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച സ്വഭാവ നടൻ? ഫഹദ് ഫാസിൽ. 50ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച സ്വഭാവ നടൻ? ഫഹദ് ഫാസിൽ. ചങ്ങല മുനീശ്വരൻ മരക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? വയനാട്. ചങ്ങല മുനീശ്വരൻ മരക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? വയനാട്. 2021 കേരള നിയമസഭാ ഇലക്ഷനിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രതിദാനം ചെയ്ത മണ്ഡലമേത്? ആറന്മുള. 2021 കേരള നിയമസഭാ ഇലക്ഷനിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രതിദാനം ചെയ്ത മണ്ഡലമേത്? ആറന്മുള. ലോകത്തെ ഏറ്റവും വലിയ ആന പരിപാലന പുനരധിവാസ കേന്ദ്രമായി മാറുന്നത്? കോട്ടൂർ. ലോകത്തെ ഏറ്റവും വലിയ ആന പരിപാലന പുനരധിവാസ കേന്ദ്രമായി മാറുന്നത്? കോട്ടൂർ. കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ വീടുകളിൽ എത്തിക്കുന്നതിനായി ആരംഭിച്ച പുതിയ പദ്ധതി ഏത്? ശ്രീ ഷോപ്പി. കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ വീടുകളിൽ എത്തിക്കുന്നതിനായി ആരംഭിച്ച പുതിയ പദ്ധതി ഏത്? ശ്രീ ഷോപ്പി. പൈപ്പ് ലൈൻ വഴി കിടക്കക്കരികിൽ ഓക്സിജൻ ലഭ്യമാക്കുന്ന പ്രാണ പദ്ധതി ആവിഷ്കരിച്ച ജില്ല? തൃശ്ശൂർ. പൈപ്പ് ലൈൻ വഴി കിടക്കക്കരികിൽ ഓക്സിജൻ ലഭ്യമാക്കുന്ന പ്രാണ പദ്ധതി ആവിഷ്കരിച്ച ജില്ല? തൃശ്ശൂർ. രണ്ടാം മോദി മന്ത്രിസഭയിൽ ഗജേന്ദ്ര സിംഗ് ഷെയ്ഖാവത്ത് കൈകാര്യം ചെയ്യുന്ന വകുപ്പേത്? ജൽശക്തി. രണ്ടാം മോദി മന്ത്രിസഭയിൽ ഗജേന്ദ്ര സിംഗ് ഷെയ്ഖാവത്ത് കൈകാര്യം ചെയ്യുന്ന വകുപ്പേത്? ജൽശക്തി. ദൂരദർശൻ്റെ നിലവിലെ ഡയറക്ടർ ജനറൽ ആര്? മായങ്ക് കുമാർ അഗർവാൾ. ദൂരദർശൻ്റെ നിലവിലെ ഡയറക്ടർ ജനറൽ ആര്? മായങ്ക് കുമാർ അഗർവാൾ. മുഖ്യമന്ത്രി ചിരഞ്ജീവി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ സംസ്ഥാനം? രാജസ്ഥാൻ. മുഖ്യമന്ത്രി ചിരഞ്ജീവി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ സംസ്ഥാനം? രാജസ്ഥാൻ. ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച ബ്രസീലിൻ്റെ ആദ്യ ഉപഗ്രഹം ഏത്? ആമസോണിയ 1. ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച ബ്രസീലിൻ്റെ ആദ്യ ഉപഗ്രഹം ഏത്? ആമസോണിയ 1. ദേശീയ വിദ്യാഭ്യാസ നയം 2020 പ്രകാരം നിർത്തലാക്കുന്ന കോഴ്സ് ഏത്? എംപിൽ. ദേശീയ വിദ്യാഭ്യാസ നയം 2020 പ്രകാരം നിർത്തലാക്കുന്ന കോഴ്സ് ഏത്?
എംപിൽ. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ പൈലറ്റ് ഐഷ അസീസ്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ പൈലറ്റ് ഐഷ അസീസ്. ഏത് ചരിത്ര സംഭവത്തിൻ്റെ 100-ാം വാർഷിക ദിനത്തോടനുബന്ധിച്ചാണ് കേന്ദ്ര സർക്കാർ 2021 സ്റ്റാമ്പ് പുറത്തിറക്കിയത്? ചൗരി ചൗര സംഭവം. ഏത് ചരിത്ര സംഭവത്തിൻ്റെ 100-ാം വാർഷിക ദിനത്തോടനുബന്ധിച്ചാണ് കേന്ദ്ര സർക്കാർ 2021 സ്റ്റാമ്പ് പുറത്തിറക്കിയത്? ചൗരി ചൗര സംഭവം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ തൊഴിൽ ദിനങ്ങൾ 100-ൽ നിന്ന് 150-ആയി ഉയർത്തിയ സംസ്ഥാനം? ഉത്തരാഖണ്ഡ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ തൊഴിൽ ദിനങ്ങൾ 100-ൽ നിന്ന് 150-ആയി ഉയർത്തിയ സംസ്ഥാനം? ഉത്തരാഖണ്ഡ്. ഗുജറാത്ത് ഗവൺമെൻറ് ഡ്രാഗൺ എന്ന പഴത്തിന് നിർദ്ദേശിച്ച പുതിയ പേര്? കമലം. ഗുജറാത്ത് ഗവൺമെൻറ് ഡ്രാഗൺ എന്ന പഴത്തിന് നിർദ്ദേശിച്ച പുതിയ പേര്? കമലം. 2020 ജൂലൈയിൽ വന്യജീവി സങ്കേതമാക്കിയ പോബ റിസർവ് ഫോറസ്റ്റ് ഏത് സംസ്ഥാനത്താണ്? അസം. 2020 ജൂലൈയിൽ വന്യജീവി സങ്കേതമാക്കിയ പോബ റിസർവ് ഫോറസ്റ്റ് ഏത് സംസ്ഥാനത്താണ്? അസം. ലോകത്തെ ഏറ്റവും വലിയ ബാറ്ററി നിർമ്മിക്കുന്ന രാജ്യമേത്? ഓസ്ട്രേലിയ. ലോകത്തെ ഏറ്റവും വലിയ ബാറ്ററി നിർമ്മിക്കുന്ന രാജ്യമേത്? ഓസ്ട്രേലിയ. ഒരു ദിവസത്തേക്ക് ആവ മുർട്ടോ എന്ന 16 വയസ്സുകാരിക്ക് പ്രധാനമന്ത്രി പദവി വിട്ടു നൽകിയ രാജ്യം? ഫിൻലൻഡ്. ഒരു ദിവസത്തേക്ക് ആവ മുർട്ടോ എന്ന 16 വയസ്സുകാരിക്ക് പ്രധാനമന്ത്രി പദവി വിട്ടു നൽകിയ രാജ്യം? ഫിൻലൻഡ്. കേരളത്തിൽ 2ാമതായി കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചത് എവിടെ? ആലപ്പുഴ. കേരളത്തിൽ 2ാമതായി കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചത് എവിടെ? ആലപ്പുഴ. കേരള സാക്ഷരതാ മിഷൻ്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി? മഞ്ജു വാര്യർ. കേരള സാക്ഷരതാ മിഷൻ്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി? മഞ്ജു വാര്യർ. ആഗ്രയിലെ മുഗൾ മ്യൂസിയത്തിന് നൽകിയ പുതിയ പേര് ആരുടെ സ്മരണാർത്ഥമാണ്? ശിവജി. ആഗ്രയിലെ മുഗൾ മ്യൂസിയത്തിന് നൽകിയ പുതിയ പേര് ആരുടെ സ്മരണാർത്ഥമാണ്? ശിവജി. ശരീര ഊഷ്മാവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത്? ഹൈപ്പോതലാമസ്. ശരീര ഊഷ്മാവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത്? ഹൈപ്പോതലാമസ്. ഹോർമോണായി കണക്കാക്കുന്ന ജീവകം ഏത്? ജീവകം ഇ. ഹോർമോണായി കണക്കാക്കുന്ന ജീവകം ഏത്? ജീവകം ഇ. കുർക്കുമിൻ എന്ന ചായം അടങ്ങിയിരിക്കുന്ന ഉൽപ്പന്നം ഏത്? മഞ്ഞൾ. കുർക്കുമിൻ എന്ന ചായം അടങ്ങിയിരിക്കുന്ന ഉൽപ്പന്നം ഏത്? മഞ്ഞൾ. ചിപ്കോ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതെന്ത്? വൃക്ഷ സംരക്ഷണം. ചിപ്കോ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതെന്ത്? വൃക്ഷ സംരക്ഷണം. ഹരിതഗൃഹവാതകങ്ങൾക്ക് ഉദാഹരണമല്ലാത്തതേത്? നൈട്രജൻ. ഹരിതഗൃഹവാതകങ്ങൾക്ക് ഉദാഹരണമല്ലാത്തതേത്? നൈട്രജൻ.
താഴെ പറയുന്നവയിൽ വായുവിലൂടെ പകരാത്ത രോഗമേത്? ടൈഫോയിഡ്. താഴെ പറയുന്നവയിൽ വായുവിലൂടെ പകരാത്ത രോഗമേത്? ടൈഫോയിഡ്. എബോള രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യമേത്? ആഫ്രിക്ക. എബോള രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യമേത്? ആഫ്രിക്ക. പക്ഷിപ്പനിക്ക് കാരണമാകുന്ന രോഗകാരി ഏത്? H5N1 വൈറസ്. പക്ഷിപ്പനിക്ക് കാരണമാകുന്ന രോഗകാരി ഏത്? H5N1 വൈറസ്. എന്നാണ് ലോക ക്യാൻസർ ദിനം? ഫെബ്രുവരി 4. എന്നാണ് ലോക ക്യാൻസർ ദിനം? ഫെബ്രുവരി 4. ബയോപ്സി പ്രക്രിയ ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്യാൻസർ. ബയോപ്സി പ്രക്രിയ ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്യാൻസർ. കേരള സാമൂഹിക സുരക്ഷാ മിഷൻ ആരംഭിച്ച വർഷമേത്? 2008. കേരള സാമൂഹിക സുരക്ഷാ മിഷൻ ആരംഭിച്ച വർഷമേത്? 2008. കേരള സാമൂഹിക മിഷന്റെ ആഭിമുഖ്യത്തിൽ ആദിവാസി വിഭാഗങ്ങൾക്ക് പോഷകാഹാരം നൽകുന്ന പദ്ധതി ഏത്? അന്നദായിനി. കേരള സാമൂഹിക മിഷന്റെ ആഭിമുഖ്യത്തിൽ ആദിവാസി വിഭാഗങ്ങൾക്ക് പോഷകാഹാരം നൽകുന്ന പദ്ധതി ഏത്? അന്നദായിനി. ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആര്? മമ്മൂട്ടി. ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആര്? മമ്മൂട്ടി. റാബീസ് വാക്സിൻ കണ്ടെത്തിയതാര്? ലൂയി പാസ്റ്റർ. റാബീസ് വാക്സിൻ കണ്ടെത്തിയതാര്? ലൂയി പാസ്റ്റർ. സ്പെക്ട്രം പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഓട്ടിസം. സ്പെക്ട്രം പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഓട്ടിസം. ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്ന ഗ്രഹമേത്? ബുധൻ. ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്ന ഗ്രഹമേത്? ബുധൻ. ഏറ്റവും ലളിതമായ ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ഏത്? പ്രോട്ടിയം. ഏറ്റവും ലളിതമായ ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ഏത്? പ്രോട്ടിയം. രാജ്യാന്തര ഓസോൺ ദിനം എന്നാണ്? സെപ്റ്റംബർ 16. രാജ്യാന്തര ഓസോൺ ദിനം എന്നാണ്? സെപ്റ്റംബർ 16. സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജ പരിവർത്തനം ഏത്? സൗരോർജം, വൈദ്യുതോർജം. സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജ പരിവർത്തനം ഏത്? സൗരോർജം, വൈദ്യുതോർജമാക്കുന്നു. പ്രസബയോപ്പിയെ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏത്? കോൺവെക്സ് ലെൻസ്. പ്രസബയോപ്പിയെ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏത്? കോൺവെക്സ് ലെൻസ്. ബ്ലാക്ക് ബുൾബുൾ എന്ന അപൂർവ ഇനം പക്ഷി ഏത് ദേശീയോദ്യാനത്തിലാണ് കാണപ്പെടുന്നത്? സൈലന്റ് വാലി. ബ്ലാക്ക് ബുൾബുൾ എന്ന അപൂർവ ഇനം പക്ഷി ഏത് ദേശീയോദ്യാനത്തിലാണ് കാണപ്പെടുന്നത്? സൈലന്റ് വാലി. സൈനിക ആവശ്യങ്ങൾക്കായി ഫാൽക്കൺ I-2 എന്ന ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം? UAE. സൈനിക ആവശ്യങ്ങൾക്കായി ഫാൽക്കൺ I-2 എന്ന ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം?
UAE. ഹായ് ഫ്രണ്ട്സ്, ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.